ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വിയറ്റ്നാമിൽ ഇവിടെ നല്ല മഴയായിരുന്നു. ആ മഴ ആയതുകൊണ്ട് തന്നെ ഈ മഴയത്ത് നല്ലൊരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു അസൽ ആമ്പൂർ ബിരിയാണി ഞങ്ങളുടെ കാച്ചി. അതിന് വേണ്ടിയിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച തക്കാളിയും ഉള്ളിയും അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടത്തേക്ക് മാറ്റി വെച്ചു. ശേഷം പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് എണ്ണയും അതേപോലെ തന്നെ കുറച്ച് നെയ്യും ഇട്ടു. കുറച്ചധികം നെയ്യും എണ്ണയും ഒഴിക്കുക. നമുക്ക് ഒന്നിനും ഒരു കുറവും വേണ്ട, കുറച്ചധികം തന്നെ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം അതിൻ്റെയൊക്കെ ഒരു മിക്സ് ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ചൂടാക്കി എടുക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇട്ട് വഴറ്റുക. നല്ലോണം ഇത് മൂത്ത് വരുന്നത് വരെ ഇത് നല്ലപോലെ എന്ത് ചെയ്യണം, ഒരു മീഡിയം ആവുന്നത് വരെ നല്ലപോലെ എന്ത് ചെയ്യുക, ഇത് വഴറ്റിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ നല്ലപോലെ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട്, കുറച്ചധികം തന്നെ, ഇതിൽ കുറച്ചധികമാണ് കേട്ടോ, കുറച്ചധികം കാശ്മീരി മുളക് പൊടി ഇട്ട് നല്ലപോലെ നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടുക, പിന്നെ ആവശ്യമായിട്ടുള്ള പുതിനയില, അതിൻ്റെ ആവശ്യത്തിനുള്ള മല്ലിയില, ഇതൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിലേക്ക് ഇട്ടതിന് ശേഷം അതും നല്ലപോലെ വഴറ്റിയതിന് ശേഷം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടില്ല എന്നുള്ള സത്യം. അപ്പം നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു ഉപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങാനീര് പിഴിയുക, കുറച്ച് എന്ത് ചെയ്യുക, തൈര് കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞങ്ങളിവിടെ എടുത്തേക്കുന്നത് ലഗോണായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇതെന്ത് ചെയ്യുക, ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്, ആ ഒരു മസാലയ്ക്കുള്ളിൽ കിടന്നൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കുക. അപ്പോൾ ഏകദേശം അതൊന്ന് കുക്കായി എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഊറ്റി വെച്ചേക്കുന്ന അരിയുണ്ട്, ആ അരി ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് കൈമ റൈസാണ്. അപ്പോൾ കൈമ റൈസ് ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ എന്ത് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച്, അതായത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നല്ലപോലെ വേവിക്കാം. വേവിച്ച് കഴിഞ്ഞാൽ അതാ ഈ കാണുന്ന ആമ്പൂർ ബിരിയാണി റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് സാലഡും അച്ചാറും കൂടെ പുതിന ചട്നിയും കൂടി ഉണ്ടെങ്കിൽ സംഭവം ഉഷാറായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ.